ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ യാത്രയെന്ന് പറയുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ ഒരു ഫസ്റ്റ് വാട്ടർഫോൾ കഫേ ഉണ്ടെന്ന് നമ്മളിങ്ങനെ കേട്ടു. അതിൻ്റെ പേരാണ് LG റോക്ക് കഫേ. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് സഞ്ജയ് വനകത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു കൊടും വനത്തിനുള്ളിലാണ് ഈ കഫേ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഖിലാറായി പിത്തോര എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്, ന്യൂഡൽഹിയിൽ. അപ്പം നമ്മൾ പോയത് കാറിനാണ് പോയത്. കാറ് അതിൻ്റെ ഗേറ്റ് നമ്പർ 3 നമ്മൾ എൻട്രി ചെയ്തത്. കാർ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ പറ്റും. ഒത്തിരി തിരക്കില്ലാത്തപ്പോൾ മാത്രമേ നമുക്കവിടെ പാർക്കിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർക്കിങ്ങിൻ്റെ ഫീസ് മാത്രമാണ് അവിടെ ഈടാക്കുന്നത്. പിന്നെ എൻട്രി ഫീസൊന്നും നമുക്കവിടെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ എൻട്രി ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. കാരണം കൊടും വനമായതുകൊണ്ടായിരിക്കാം അവരൊരു സുരക്ഷയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിപ്പിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ബോർഡുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എവിടേക്കൊക്കെ പോയാൽ എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്ന് ആ ബോർഡിൽ വിവരിച്ചിട്ടുണ്ട്. LG റോക്ക് കഫേ അറിയപ്പെടുന്നത് ഹിഡൻ വാട്ടർഫോൾ കഫേ എന്നാണ് അറിയപ്പെടുന്നത്. വനത്തിനുള്ളിലായതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പേര് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എത്തിയാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല നമ്മൾ ഡൽഹിയിലാണെന്ന്. അതുപോലെ നല്ലൊരു വനമേഖലയാണിത്. ശരിക്കും നാട്ടിലുള്ള വനമേഖല പോലെ തന്നെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോകുന്ന വഴികളൊക്കെ തന്നെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പലതരം ഡെക്കറേഷനുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒരു പഴയ കിണറാണ്. ആ കിണറിൻ്റെ മുകളിൽ പോലും വളരെയധികം നല്ല രീതിയിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോട്ടുകളെല്ലാം മുള കട്ട് ചെയ്ത് അതിനകത്ത് മണ്ണ് നിറച്ചാണ് ചെടികൾ നട്ടിരിക്കുന്നത്. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ഫോർട്ട് പോലൊരു സ്ഥലം കണ്ടെത്തിയത്. കില എന്നൊക്കെ പറയപ്പെടും. അത് നമ്മൾ കണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ്. അതൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരത് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ചെറിയ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് വഴി നമ്മൾ മുകളിലേക്ക് കടന്ന് ചെല്ലുമ്പം കാണുന്നത് ഒരു വലിയ മൈതാനമാണ്. ശരിക്കും നല്ല ഭംഗിയായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഫോർട്ടിന് ചുറ്റും നല്ലതായിട്ട് മരങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ പോലും ഒരിലകൾ പോലും താഴെ ഇല്ലാതെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിവിടെ.
പോകുന്ന വഴിയെല്ലാം കിളികളുടെ ഒച്ചയും ചീവീടിൻ്റെ ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് മുള കൊണ്ട് വേലി കെട്ടിയേക്കുന്നത്. എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വേലിക്കെട്ടുകൾക്കുള്ളിൽ വലിയ പാറക്കെട്ടുകൾ കാണാൻ കഴിയുന്നു. അതിനെ പീകോക്ക് ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് അധികം നടന്ന് അകത്തേക്ക് ചെന്നപ്പോഴാണ് അകത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന LG റോക്ക് കഫേയിലേക്ക് എത്തുന്നത്. വളരെ മനോഹരമായിട്ട് മുളയുടെ വേലികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വനത്തിനുള്ളിൽ ഇങ്ങനെ മനോഹരമായി നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് ഡൽഹി പോലെയുള്ള ഏരിയയിൽ വളരെയധികം ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ കഫേ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊരു വലിയ കഫേ ഒന്നുമല്ല. ചെറിയൊരു ടെൻറ്റ് കെട്ടി അതിനകത്ത് സ്നാക്സ് ഐറ്റംസ് മാത്രമാണ് അവിടെ സെയിൽ ചെയ്യുന്നത്. നമ്മളങ്ങനെ LG റോക്ക് കഫേയിലെത്തി. നമ്മൾ പ്രതീക്ഷിച്ചത് വളരെ വലിയ കഫേയാണ്, കഫേയോട് ചേർന്ന് വെള്ളച്ചാട്ടം, അങ്ങനെയൊന്നുമല്ലായിരുന്നു. ചെറിയൊരു കഫേയാണ് അവിടെ ഉള്ളത്. അതിനകത്ത് പേട്രീസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവിടെ കിട്ടുന്നത്. അല്ലാതെ കുക്ക് ചെയ്തൊന്നും അവിടെ തരുന്നില്ല. കാരണം അതിനുള്ള പെർമിഷൻ അവർക്ക് അവിടെ ഇല്ല. അങ്ങനെ നമ്മൾ കഫേയിൽ ചെന്നിട്ട് പേട്രീസും അതുപോലെ സാൻഡ്വിച്ചും കുട്ടികൾക്കുള്ള ജ്യൂസും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ചെറുകം മുന്നോട്ട് നടന്നു. പിള്ളേർ വളരെ ഹാപ്പിയാണ് അവർക്ക് ഡിഫറെൻ്റായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ കഴിഞ്ഞതിൽ. കഴിക്കാനുള്ള ഫുഡെല്ലാം വാങ്ങിയതിന് ശേഷം കുട്ടികൾ മൊത്തം നമ്മൾ ആർട്ടിഫിഷ്യൽ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ അവർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്ന തടി കൊണ്ടാണ്. തടിയുടെ ചെയറും ടേബിളും ഒക്കെയാണ് ഉള്ളത്. വളരെ ഭംഗിയായിട്ട് അവർ അത് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു തോട് പോലെ ഉണ്ട്. അവിടെ നല്ല വെള്ളത്തിന് നല്ല ഫ്ലോ ഉണ്ടെങ്കിൽ പോലും പക്ഷേ അവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് ഭയങ്കര കറുത്ത് കിടക്കുകയാണ്. കാരണം മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞ് വീണിട്ട് വെള്ളം കറുത്തതാണെന്ന് തോന്നുന്നു. പോകുന്ന വഴിയിലൊക്കെ മുളയൊക്കെ പല പല ഷേപ്പിൽ വന്നിട്ടൊരു കൂടാരം പോലെയൊക്കെ തന്നെത്താനായിട്ടുണ്ട്. അതൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ പോകുന്ന വഴി തന്നെ ഒരു പാലച്ചെടി കണ്ടു, പാലപ്പൂവും. നാട്ടിലുള്ള വനത്തിൽ കാണുന്ന എല്ലാവിധ വൃക്ഷങ്ങളും ഇവിടെ തന്നെ ഉണ്ടെന്ന് നമുക്കിത് കണ്ടപ്പം മനസ്സിലായി. ഇവിടെയാണ് മിഡ്വേ ലേക്ക് ഉള്ളത്. പക്ഷെ നമുക്ക് അകത്തോട്ടൊന്നും കയറി പോകാൻ കഴിയത്തില്ല. കാരണം ഭയങ്കര വനമായതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്നത് അത്ര സേഫ് അല്ല. ഇഴജന്തുക്കളും പാമ്പുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കടക്കാത്തത്. അതുപോലെ മുന്നോട്ട് നടന്ന് ചെന്നപ്പോഴാണ് നല്ല മനോഹരമായ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത്. എന്തൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. അതുപോലെ തന്നെ കടലാസ് ചെടിയും ഉണ്ട് അവിടെ വളരെയധികം. എല്ലാവിധ നാട്ടിലുള്ള മരങ്ങളും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് അവിടെ ഓപ്പൺ ജിം കണ്ടത്. കുറേ നേരം കുട്ടികൾ അതിലേക്ക് കയറിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ.